അതിഥികളായ ജോഷിക്കും ശ്രീജു ചേട്ടനും അമൃത നായരുടെയും ഗീത ഗൗതത്തിന്റെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരും കൈയടിക്കുന്നതാണ്. ഒരുപാട് സന്തോഷം. ഈ ഒരു എൻഗേജ്മെന്റ് വളരെ സ്പെഷ്യലാണ്. കാരണം ഇവിടെ പലരും പ്രേമിച്ച് കെട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ 1, 2, 4, 5 വർഷത്തെ അല്ല. കയറി പറയില്ലേ, 14 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ശ്രീജു ചേട്ടൻ. അതാണോ? ഓക്കെ, 13 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ശ്രീജു ചേട്ടനും ജോഷി തരകനും ഒന്നാകാൻ തീരുമാനിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരേ ഒരു വ്യക്തിയോടാണ്, അമൃത നായർ ഒഫീഷ്യൽ. വീട്ടുകാര് മമ്മി എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ. നമ്മൾ കാര്യമായിട്ട് സംസാരിക്കാണ്. ജോഷിനെ എന്താ പറയാ, നമ്മള് കഴിഞ്ഞ ഒരു 1-1.5 മാസത്തിന് മുമ്പ് ലൊക്കേഷനിൽ ഇരുന്ന് കഴിഞ്ഞ ഒരു, ഞാൻ പോകത്തില്ല, കുടുംബസമ്മതം നിൽക്കുക. ഓക്കെ, കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് നമ്മുടെ ലൊക്കേഷനിൽ നേരത്തെ ഞങ്ങൾ സംസാരിച്ചതാണ് ജോഷിയുടെ കാര്യം. ജോഷി നമ്മുടെ ഗീതാ ഗോവിന്ദിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ ജോഷി എപ്പോഴും പറഞ്ഞ പേരാണ് പൊന്നു 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 പൊന്നു. അവൾക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പറയുന്നത് ശ്രീചേട്ടന്റെ കാര്യമാണ്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇതുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ചേട്ടനെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനും അങ്ങനെയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങൾ വെറുതെ ഒരു ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ പോയപ്പോൾ ഞാൻ ഇതുപോലെ ഇപ്പം ചുമ്മാ പറഞ്ഞതാണ്, അടുത്ത മാസം, അതായത് ഈ മാസം 26-ാം തീയതി അവരുടെ എൻഗേജ്മെന്റ് ആണെന്ന് വെറുതെ പറയാം. പക്ഷെ അത് ഈ നാവില് ഗുളികരൊക്കെ ഇരിക്കുന്നത് പോലെ അവള് വന്നത് പെട്ടെന്ന് പറഞ്ഞത്, ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ് ഇതുപോലെ 2 വീട്ടുകാരും സമ്മതിച്ചു. അത് എടുത്ത് പറയണം കേട്ടോ. 2 വീട്ടുകാരും സമ്മതിച്ചു, ഈ കല്യാണത്തിന് സമ്മതിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതെടുത്ത് പറയാൻ കാരണം എന്നോട് ചോദിച്ചതെന്ന് പറയുന്നത്, 2 പേരും ഇന്റർ കാസ്റ്റാണ്, ഹിന്ദു ക്രിസ്ത്യനും. അപ്പം നമുക്കെല്ലാവർക്കും അറിയാലോ, ആ ഒരു വീട്ടിൽ സമ്മതിക്കുമ്പോൾ സന്തോഷം. അങ്ങനെ പെട്ടെന്നാണ് 2 പേരുടെയും എൻഗേജ്മെന്റ് നമ്മളെല്ലാ വീട്ടുകാര് സമ്മതിച്ചതും എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അവരുടെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അന്ന് മുതൽ, അതായത് കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം 9-ാം തീയതി പെണ്ണാണല്ലേ. അപ്പം അന്ന് മുതൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി എന്ത് ഡ്രസ് ഇടണം, വേണ്ടി എങ്ങനെ മേക്കപ്പ് ചെയ്യണം, എങ്ങനെ ഒരുങ്ങണം, എല്ലാം നമ്മളെല്ലാം ഗംഭീരമായിട്ട് നടന്നു. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് റബേക്ക, അവരുടെ അതുപോലെ തന്നെ ബ്ലൗസ് ആണെങ്കിലും പെട്ടെന്ന് 1-2 ദിവസത്തിനകത്ത് ചെയ്താണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരാൻ പറ്റിയത്. നിങ്ങളുടെ ഏറ്റവും സംസാരിക്കുന്നവരോട് എനിക്കുണ്ട് പെന്നി സെബാസ്റ്റ്യൻ, പിന്നെ വന്ന ഹസ്ബൻഡ് രൂപി, വളരെ പ്രശസ്തരും അതേപോലെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര മടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ, ഇനി നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം അവൾ ഏതെങ്കിലും മാസം ഏതെങ്കിലും ഡേറ്റും പറയും. ആ മാസം കുറെ നാളെ